ഡിഗ്രി ഇല്ലെങ്കിൽ ലൈഫ് സെറ്റാവില്ലെന്ന് പലരും പറയാറുണ്ട്. എന്താണ് അതിൻ്റെ റിയാലിറ്റി? ഡിഗ്രി ഇല്ലാതെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കാം. അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 ജോബാണ്. നമ്മൾ ഡിഗ്രി ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഏതൊക്കെ ജോബ് നമുക്ക് ചെയ്യാൻ പറ്റും, 10 ജോബ്, നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന 10 ജോബുകൾ, അതിൻ്റെ റീസൺ, ഇതൊക്കെ ഒരു സാധ്യതയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടാം, നല്ല പണം ഉണ്ടാക്കാം. അതിൽ ഏതാണ് 10 മുതൽ 1 വരെ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. 10 മുതൽ 1 വരെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളിതിലും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് കിട്ടിയവരാണോ, ഇതിൽ സക്സസ് ആയവരാണോ ഇല്ലേ, എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വേറെ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ, ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറേ പേര് ജോബ് നമുക്ക് അറിയാം, എല്ലാവരും പഠിച്ചിട്ടായാലും പാടാണ്. ചിലർ പഠിക്കാത്തവരുണ്ട്, ചിലർ പഠിച്ചവരുണ്ട്. എല്ലാവർക്കും ജോബിലില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പൈസ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമുക്കതനുസരിച്ച് എല്ലാവർക്കും ഒരു എളുപ്പം. ഇപ്പം കുറേ പേര് തപ്പുന്നതായിരിക്കും, അത് കാരണം കൂടെയാണ് ഞാൻ ചെയ്തത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 10 മുതൽ 1 വരെ. അപ്പോൾ ആദ്യം 10 ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഈ ജോബ് പിന്നെ ഞാൻ പറയാം, ഇത് പ്രാക്ടിക്കലാണ്. സ്കില്ല് ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഈ ജോബൊക്കെ ചെയ്യാം, മനസ്സിലായേ? അപ്പോൾ നമുക്ക് എന്തായാലും 10 മുതൽ 1 പോവാം. അപ്പോൾ ടോപ്പ് 10, 10ാം സ്ഥാനത്ത് ഉള്ള ജോബ് എന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്ററാണ്. കണ്ടന്റ് റൈറ്റർ, ആർട്ടിക്കിൾ, അത് ബ്ലോഗ് എഴുതുന്നത്, അതെല്ലാം. അതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. 10K മുതൽ 50K പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒരു ഇതാണ്, ഡിഗ്രി ഇല്ലാതെ. പിന്നെ ഇംഗ്ലീഷ് ഓർ ബേസിക് റൈറ്റിംഗ് സ്കില്ല് മതി, എന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് ടോപ്പ് 10ലെ കണ്ടന്റ് റൈറ്റർ എന്ന് പറയുന്ന സാധനം. പിന്നെ 9ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് ഡെലിവറി പാർട്ട്ണർ എന്നുള്ള ജോബുകൾ. നിങ്ങൾക്കറിയാം, സൊമാറ്റോ, സ്വിഗ്ഗി ടൈപ്പൊക്കെ എല്ലാവരും ഓടുന്നുണ്ട്. കുറേ പേര് നമുക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. മാസം 30K, 15 മുതൽ 15,000 മുതൽ 30,000 രൂപ വരെ നമുക്കത് മാസത്തിൽ ഏൺ ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. ക്വിക്കാണ്, പെട്ടെന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി അതാണ്. നമുക്ക് ഓടി ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് അങ്ങനെ ചെയ്യാം. പിന്നെ 8ാം സ്ഥാനത്തുള്ളത് ഗ്രാഫിക് ഡിസൈനറാണ്. അത് നിങ്ങൾക്കറിയായിരിക്കും, പോസ്റ്റേഴ്സ്, ഇതേപോലെ നമുക്ക് ക്യാൻവയിലോ ഏതെങ്കിലും ആയോട്ട് നമ്മളതനുസരിച്ച് പോസ്റ്റർ ചെയ്താൽ നമുക്കതനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. പോസ്റ്റർ, തംബ്നെയിൽ ഡിസൈൻ, ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നവർ കാണും. അതിൽ 20,000 മുതൽ 80,000 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിൽ ക്യാൻവ മതി, അതാണ് ഉദ്ദേശിച്ചത്. ക്യാൻവയിൽ തുടങ്ങിയവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, ഇപ്പോൾ കുറേ അറിയാമെന്നുള്ളവരാണെങ്കിലും ഇത് ബെസ്റ്റ് ആയിരിക്കും. ക്യാൻവയിൽ തുടങ്ങിയവരായാലും ഓക്കെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ നോക്കണമെങ്കിൽ 7ാം സ്ഥാനത്തുള്ളത് വീഡിയോ എഡിറ്റർ. അവർക്ക് നല്ല പൈസ കിട്ടും. യൂട്യൂബ് വീഡിയോ എഡിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ നല്ലൊരു എഡിറ്റർ എന്നുള്ള കഴിവുണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞു വരുമല്ലോ, അങ്ങനെയും പൈസ കിട്ടാം. അതെന്ന് പറയുന്നത് 25,000 മുതൽ 1,00,000 മുകളിൽ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വീഡിയോ എഡിറ്റർമാർ ഹ്യൂജ് ഡിമാൻഡാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ 6ാം സ്ഥാനത്തുള്ളത് സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജസ് എല്ലാം ഹാൻഡിൽ ചെയ്യണം. നമുക്ക് ഒരാളെ പേജെല്ലാം ഹാൻഡിൽ ചെയ്ത് ഫുൾ അവർ തരുന്നതാണെങ്കിലോ, എല്ലാ പോസ്റ്റ് എപ്പോഴാണ് ഇടാൻ പറയണത്, അതെല്ലാം 20,000 മുതൽ 60,000 രൂപ വരെ മാസത്തിൽ ഏൺ ചെയ്യാതെ. ബിസിനസ്സസ് ഉള്ള ആൾക്കാർക്കുള്ളെല്ലാം ഇത് ആവശ്യമായിരിക്കും. അത് കാരണം ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ. ഇനി ഞാൻ ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇതൊക്കെ 6ാമത്തെ സ്ഥാനം വരെ ഉള്ളതാണ്. ഇനി ടോപ്പ് 5ലുള്ളത് യൂട്യൂബർ ഓർ കണ്ടന്റ് ക്രിയേറ്റർ. ഇതിലും പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്കറിയാം. ഓൺ ചാനൽ നമുക്ക് പൈസ എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അത് നിങ്ങൾക്കറിയാം. കൺസിസ്റ്റൻസി ആണ് സക്സസിൻ്റെ ഒരിത്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കൺസിസ്റ്റൻസി ഇല്ലാതെ ഒന്നും നേടാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് അത്ര വിശ്വാസമുണ്ട്, ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തും.
അതിനു വേണ്ടിയാണല്ലോ ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അതാണ് 5ാം സ്ഥാനത്തുള്ളത്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 4ാം സ്ഥാനത്ത് ടോപ്പ് 4ൽ നിൽക്കുന്ന ഫ്രീലാൻസിങ് എന്ന് പറയാം റൈറ്റിംഗ്, ഡിസൈൻ, എഡിറ്റിംഗ് എക്സെട്ര അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അത് 30,000 മുതൽ 1,00,000 മുകളിൽ വരെ അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗ്ലോബൽ ക്ലയൻസിനെല്ലാം നമുക്ക് പിടിക്കാം. കുറേ ഫ്രീലാൻസ്, ട്രൂ ലാൻസർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്പുകളുണ്ട്, സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് വഴി നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതിൽ അപേക്ഷിച്ചിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഇത്ര പൈസ ഓഫർ ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിട്ടാൻ പൈസകൾ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. ടോപ്പ് 3ൽ ഫോട്ടോഗ്രാഫർ ഓർ വീഡിയോഗ്രാഫർ, അതിനും കിട്ടും നോക്ക്. ഇവൻറ്റ്സ്, റീൽസ് 30K മുതൽ 1 lakh മുകളിൽ വരെ അതും കിട്ടാം. സ്കിൽ ബേസ്ഡ് ജോബാണത്. ഓരോരുത്തർക്ക് സ്കിൽ അനുസരിച്ച് വരും. അതാണ് 3ാം സ്ഥാനത്തുള്ളത്. ഇനി 2, 1 അതൊക്കെ ഒന്ന് നോക്കാം. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗാണ്. അതെന്ന് പറഞ്ഞാൽ ആഡ്സ്, SEO, പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, കീവേഡ്സ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ അത് 1.5 ലക്ഷം 2 ലക്ഷം വരെ നമുക്ക് ഏൺ ചെയ്യാം. 40,000 മുതൽ ആദ്യം തുടങ്ങി പിന്നെ കൂടാൻ തുടങ്ങും. നമുക്ക് നല്ല ഫ്യൂച്ചർ പ്രൂഫ് സ്കില്ലാണ്. അതുള്ളവർക്കൊക്കെ എളുപ്പത്തിന് കിട്ടും. നല്ല രീതിയിൽ ഡിമാൻഡുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ ഉണ്ട്. DWA എന്തൊക്കെയോ കുറേ സൈറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്കൂൾ വഴി. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പല പൈസയാണ് അവരെല്ലാവരും ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലാതെ ഇപ്പം നോക്കണമെങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് സെയിൽസ് ഓർ ബിസിനസ്സാണ്. ഓൺ സ്മോൾ ബിസിനസ് തുടങ്ങി സെയിൽസ് ജോബ് ചെയ്ത് അതൊക്കെ റുപ്പീസ് നമുക്ക് അൺലിമിറ്റഡ് എന്നേ പറയാൻ പറ്റും. ഹയസ്റ്റ് ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണ് അതെല്ലാം. സ്വന്തം ബിസിനസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് മെയിൻ. അപ്പം ഞാൻ ഒന്നേന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളവർ കാണും. ഇതൊക്കെയാണ് ഉള്ളത്. 10ൽ കണ്ടന്റ് ക്രിയേറ്റർ, 9 ഡെലിവറി പാർട്ണർ, 8 ഗ്രാഫിക് ഡിസൈനർ, 7 വീഡിയോ എഡിറ്റർ, 6 സോഷ്യൽ മീഡിയ മാനേജർ, പിന്നെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ, 4 ഫ്രീലാൻസിങ്, 3 ഫോട്ടോഗ്രാഫർ, 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ്, 1 സെയിൽസ് ഓർ ബിസിനസ്. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. ഇതൊക്കെ വഴി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്തും കാണും. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ട്രൈ ചെയ്യാൻ തോന്നുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.